നമസ്കാരം. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ രാജ്യം നടുങ്ങി നിൽക്കുമ്പോൾ വെറുമൊരു അക്രമം മാത്രമല്ല അത് ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിന് മേലുള്ള ശക്തമായ വെല്ലുവിളി കൂടിയാണ് ഉയർത്തുന്നത്. തിരിച്ചടികൾ എത്രയൊക്കെ ലഭിച്ചാലും പാകിസ്ഥാൻ പോലുള്ള തീവ്രവാദ രാഷ്ട്രങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ വീണ്ടും ഇന്ത്യൻ മണ്ണിൽ രക്തം ചിന്താൻ ഇറങ്ങി തിരിച്ചു എന്നതിൽ നിന്നും എന്താണ് സമാധാനം ആഗ്രഹിക്കുന്ന സമൂഹം മനസ്സിലാക്കേണ്ടത്? ഇന്ത്യ എങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യും? അങ്ങനെ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഷെക്കേന ന്യൂസ് 4 മണി ചർച്ചയിൽ ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. നമ്മളോടൊപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളിവയലിലും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദും ചേരുന്നു. അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജോർജ് കള്ളിവയലിൽ, ഡൽഹിയിൽ നടന്ന ഈ സ്ഫോടനം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനത്തിലെ വലിയൊരു പാളിച്ചയായി വിലയിരുത്താൻ സാധിക്കുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ തന്നെ നമുക്കറിയാം, ഫരീദാബാദിൽ നിന്നും വലിയ തോതിലുള്ള ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളൊക്കെ ആയിട്ട് ഒരു 3 തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇന്ത്യയുടെ കേന്ദ്രത്തിൽ തന്നെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് അതുപോലെ ഒരു പാളിച്ചയായിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കൂ? താങ്കളുടെ ജോയ്സ് ചോദിച്ചതിനകത്ത് ഒരു സംശയമില്ലല്ലോ. ഏത് ഭീകരാക്രമണം ഉണ്ടായാലും അവിടെ സുരക്ഷാ പാളിച്ച ഉണ്ടാകാതെ അത് നടക്കില്ലല്ലോ. അത് നമ്മുടെ കാശ്മീരിലായാലും ഇവിടെ ഡൽഹിയിൽ ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 14 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു അതിഭീകരമായ, ഇതൊരു വലിയ ഭീകരാക്രമണം തന്നെയാണ് നടന്നിരിക്കുന്നത്, ഒരു സംശയവുമില്ല. ഇവിടെ നമുക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് 11 പേര് അല്ല 12 പേര് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അത് അതിനേക്കാൾ അപ്പുറത്ത് കിടന്ന മരണത്തിനുമൊക്കെ അപ്പുറത്ത് കിടന്ന നേരെ ഒരു വളരെ ആസൂത്രിതമായി 3 മണിക്കൂർ വന്ന് പാർക്കിംഗ് ലോട്ടിൽ കിടന്ന് കാറിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും പുറത്തിറങ്ങിയിട്ടില്ല ഈ മനുഷ്യൻ. അപ്പോ അങ്ങനെ ഒരാൾ വന്ന്, ഒരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കണം, ഇപ്പൊ മനസ്സിലാക്കി വരുന്നത് ഈ ഒരു ഡോക്ടറായിരുന്നു. അപ്പം അങ്ങനെ ഒരാളാണ് ഈ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്താനായിട്ട് വന്നത് എന്നത് ചെറിയ കാര്യമല്ല. അതൊരു വലിയ ഒരു 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 സംഭവമാണ്. അതൊരു നമുക്കിവിടെ രാജ്യം ഇതുവരെ കാണാത്തൊരു സംഭവത്തിലേക്കാണ് ഞാനിതിനെ കാണുന്നത്. ഒരു വെള്ളക്കോളർ ഭീകരത, വൈറ്റ് കോളർ ഒരു ടെറർ എക്കോസിസ്റ്റം രാജ്യത്ത് വളർന്നു വരുന്നു എന്ന. കാരണം ഡോക്ടർമാരാണ് പലരും. നമുക്ക് ഇന്ന് കുറച്ചു മുമ്പ് താങ്കൾ സൂചിപ്പിച്ച പോലെ ഫരീദാബാദിൽ നിന്ന്, അത് ഡൽഹിയിൽ നിന്ന് വെറും 50 കിലോമീറ്റർ അകലെയാണ്. 2900 കിലോഗ്രാം സ്ഫോടക നിർമ്മാണ വസ്തുക്കളും ഇങ്ങനെ അതിന്റെ ലഘുലേഖകളും ഒക്കെ ആണ്. ഈ മെഡിക്കൽ ഡോക്ടർമാരുടെ അറസ്റ്റും ഒക്കെയാണല്ലോ ഈ പുതിയ ഭീകരതയ്ക്ക്. അതിലാണ് ഈ ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ വൈറ്റ് കോളർ എക്കോസിസ്റ്റം അല്ലെങ്കിൽ വൈറ്റ് കോളർ ഭീകരതയുടെ ആവാസ വ്യവസ്ഥ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്നു എന്നത് പുതിയതാണ്. ഇന്ന് വരെ ഇന്ത്യ നേരിടാത്ത വലിയൊരു പ്രശ്നമാണ്. അവിടെ ഒരു വനിത അടക്കം ചുരുങ്ങിയത് 4 മെഡിക്കൽ ഡോക്ടർമാര് ഈ സംഘത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർമാരാണ് ഇവര്. അവിടെ ആ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ലബോറട്ടറി വരെ ഉപയോഗിച്ചു എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. ഈ ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഈ ഡോക്ടർമാർക്ക് പാക് ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, അൻസർ ഗസ്വത്തുൽ ഹിന്ദ്, ഈ അൻസർ ഗസ്വത്തുൽ ഹിന്ദിനെ കുറിച്ച് ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല. അത് അവിടെയാണ് പുതിയൊരു ഒരു 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 സംഭവം കൂടി വന്നിരിക്കുകയാണ്. അതുപോലെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാനുള്ള ഒരു നീക്കം കൂടെ നമ്മളിവിടെ കാണുകയാണ്. അപ്പൊ ഇതൊരു വലിയ ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഡോക്ടർമാർക്ക് പുറമെ, അതായത് ഡോക്ടർ ഒരു റാത്തർ, ഒരു ഷക്കീല്, മറ്റ് 5 പേരെ കൂടെ അറസ്റ്റ് ചെയ്തെന്നാണ് പറയുന്നത്. അതിനകത്ത് ശ്രീനഗറിൽ നിന്നുള്ള ഒരു അരീഫ് നിസാർ ദാർ എന്ന് പറഞ്ഞ ഒരാള്, യാസിർ ഉൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരാള്, മക്സൂദ് അഹമ്മദ് ദാർ എന്ന് പറയുന്ന ഒരാള്, ഷോപ്പിയാനി എന്നുള്ള ഒരു മൗൽവി ഇർഫാൻ അഹമ്മദ്. ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ ഷോപ്പിയാനിലൊക്കെ പോയിരുന്നു, ശ്രീനഗറിലുണ്ടായിരുന്നു. ഗന്ദർബലി എന്നുള്ള ഒരു സമീർ അഹമ്മദ്. അപ്പൊ ഇതൊരു വലിയൊരു ഭീകര ഗ്രൂപ്പ് തന്നെ രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ അൽഫല ആശുപത്രിയിലെ വനിതാ ഡോക്ടറും ഇപ്പോൾ ഈ അന്വേഷണത്തിലുണ്ടായിരുന്നു. അവരുടെ കാറിൽ നമുക്കറിയാവുന്ന പോലെ റൈഫിൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഒരാള് ഷക്കീൽ എന്ന് പറയുന്ന ഡോക്ടർ പുൽവാമയെന്നും റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ കുൽഗാമെന്നുള്ള ആളാണ്. അപ്പൊ ഇതൊരു വലിയൊരു തീവ്രവാദ ശൃംഖലയുടെ അതൊരു വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യ ഒരുപക്ഷെ ഇന്ന് വരെ കാണാത്ത ഒരു വെല്ലുവിളിയാണ്. IED-കൾ അല്ല, ഇതിന് നിർമ്മിക്കാനുള്ള ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന അതിനുള്ള ലഘുലേഖകളൊക്കെ ഇവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും, അത് കൂടാതെ മാരകമായ
പിസ്റ്റളുകൾ, ഇറ്റാലിയൻ നിർമ്മിത ബെറേറ്റ പിസ്റ്റൾ എന്ന് പറയുന്ന ഒരു പിസ്റ്റള്, റഷ്യൻ നിർമ്മിതമായിട്ടുള്ള ക്രിങ്കോവ് എന്ന് പറയുന്ന അസോൾട്ട് റൈഫിളുകൾ ഒക്കെ നമ്മൾ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ചെറിയ ഗ്രൂപ്പല്ല. അപ്പൊ അതൊരു വലിയ വലിയ ഇതാണ് അനുബന്ധിച്ച് ഇത് മേഖലയിലും നമ്മുടെ രാജ്യത്തും ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധിയുടെ ഒരു സൂചന കൂടിയാണ്. ഇന്ന് ഇസ്ലാമാബാദിൽ ഇതുപോലെ തന്നെ ഒരു കാർ ബോംബ് സ്ഫോടനം അവിടെ കോടതിക്ക് പുറത്തുണ്ടായിട്ടുണ്ട്. അവിടെയും 12 പേരെങ്കിലും ചുരുങ്ങിയത് മരിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചിരിക്കുന്നത്. അപ്പം ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക്, കാരണം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി ഇന്ന് ഭൂട്ടാനിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ നടക്കുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി തന്നെ എടുക്കുമെന്നും അതിന്റെ അടിവേര് തേടി ചെന്ന് അതിലെ ഗൂഢാലോചനക്കാരെ, ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നും കൃത്യമായി ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് അനിവാര്യവുമാണ്. ഇക്കാര്യത്തിൽ നമ്മളെ രാജ്യം ഒറ്റക്കെട്ടാണ്. പ്രധാനമന്ത്രിയുടെ കാരണം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനോട് പരോക്ഷമായ പോലും പിന്തുണ കൊടുക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇവിടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അതിനകത്ത് തന്നെ ഇന്ത്യക്ക് നേരെയുള്ള ഒരു വെല്ലുവിളി എന്ന നിലയിൽ ഈ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടാണ്. ഇന്നലെ രാത്രി ഞങ്ങളൊക്കെ അവിടെ കണ്ടതാണ്. ഈ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടാണ്. അവിടെ ജാതി മതഭേദമില്ല. അവിടെ ഉണ്ട് മുസ്ലിങ്ങൾ പോലും, അവര് പോലും ഇതിനെ അപലപിക്കുന്നതാണ് നമ്മൾ നേരിട്ട് കണ്ടത്. തീർച്ചയായിട്ടും അതൊരു വലിയ ഒരു തുടക്കമാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ഈ ടെറർ മൊഡ്യൂള്, അതൊരു വൈറ്റ് കോളർ ടെറർ മൊഡ്യൂൾ ഉണ്ടായിരിക്കുകയാണ്. അത് ഇന്ത്യയിൽ ഒരു ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാനായിട്ടാണ് ഡോക്ടർ ഷഹീന ഷാഹിദ് എന്ന് പറയുന്ന ലക്നൌവിൽ നിന്നുള്ള ഒരു ഡോക്ടറെ കണ്ടെത്തിയിരിക്കുന്നത്. അവർക്ക് ജെയ്ഷെ മുഹമ്മദിന്റെ നമുക്കറിയാം ഒരു വനിതാ വിഭാഗമുണ്ട്, ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്നാണ് അതിന്റെ പേര്. അതിന്റെ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മസൂദ് അസറിന്റെ സഹോദരി തന്നെയാണ് ഇതിന്റെ നായിക അല്ലെങ്കിൽ തലവ ആയിട്ടുള്ള ആള്. അവരാണ് ഈ ലക്നൌവിൽ നിന്ന് ഇന്നലെ പിടിച്ച ഈ ഡോക്ടറുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരെല്ലാം ഈ വനിതാ ഡോക്ടർ ഒരു ഡോക്ടർ ഷാഹിൻ ഷഹീദ് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേറൊരാള്. അപ്പൊ ഇതൊക്കെ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. അപ്പം ഇതിനെ കണ്ടെത്തേണ്ടതുണ്ട്, ഇതിന്റെ അടിവേര അറക്കേണ്ടതുണ്ട്. അതുവരെ നമുക്കറിയാം പുൽവാമ ഭീകരാക്രമണം, രാജ്യത്തുണ്ടാക്കിയ ഞെട്ടല്, അവിടെ ഉണ്ടായ സുരക്ഷാ വീഴ്ച, പിന്നീട് നമ്മൾ അവിടുത്തെ ഓപ്പറേഷൻ സിന്ദൂർ, ഇതൊക്കെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നതാണ്. ഇപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഡൽഹിയിലാണ്. ഞങ്ങൾ നേരത്തെ ഞാൻ തന്നെ കരോൾ ബാഗിലും സരോജിനി മാർക്കറ്റിലും നമ്മുടെ കോണോട്ട് പ്ലേസിലുമൊക്കെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നേരിട്ട് ആ സ്ഥലത്ത് ഏറ്റവും ആദ്യം ചെന്ന പത്രപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 25 വർഷമായി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കാശ്മീരൊക്കെ അനവധിയായ തവണകൾ പോയിട്ടുണ്ട്. അവിടുത്തെ ഭീകരതയുടെ കേന്ദ്രങ്ങളായിട്ടുള്ള സോപ്പോർ, ബാരാമുള്ള, അവിടെയെല്ലാം ഞങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവരന്ന് നമുക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ശാന്തമാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ സ്ലീപ്പർ സെല്ലുകൾ എല്ലായിടത്തും ഉണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ നമ്മളോട് ഇപ്പൊ പറഞ്ഞത് ഒരു മുന്നറിയിപ്പായിട്ട് നമ്മൾക്ക് അന്ന് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിരുന്നു. പക്ഷെ അതിനുശേഷമാണ് പുൽവാമ ഉണ്ടായത്. എന്തായാലും ഇതൊരു വലിയ ഒരു ഇന്ത്യക്ക് പുതിയൊരു വെല്ലുവിളിയാണ്, ഒരു സംശയവുമില്ല കാര്യത്തിൽ. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പം ജോർജ് സാർ പറഞ്ഞിട്ട് നമുക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇത് ഇപ്പൊ ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇതിപ്പം നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ശക്തമായിട്ട് പാകിസ്ഥാനുള്ള ഒരു മറുപടി നമ്മൾ കൊടുത്ത ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അപ്പം അതിന്റെ ഒരു പകവീട്ടലായിട്ട് കണക്കാക്കാൻ പറ്റുമോ, അതോ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? ഇതുപോലെ തുടർച്ചയായിട്ട് ഈ ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളൊക്കെ ഇന്ത്യനെ ഇങ്ങനെ ലക്ഷ്യം വെക്കാൻ കാരണം ചിലപ്പം കാശ്മീർ വിഷയമോ ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള പകവീട്ടലോ അങ്ങനെ എന്തെങ്കിലും ആയിക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇല്ല, ഇത് ഓപ്പറേഷൻ സിന്ദൂറിനോടുള്ള ഒരു പകവീട്ടൽ എന്നതിനേക്കാട്ടിൽ വലിയ മാനം ഇതിനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പൊതുവെ ജെയ്ഷെ മുഹമ്മദ് ഇങ്ങനെയുള്ള ഭീകര സംഘടനകളൊക്കെ ഒതുങ്ങിപ്പോയി എന്ന ഒരു പൊതുബോധമുണ്ട്. എന്നാൽ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ ഇവിടെ ആക്റ്റീവായിട്ട് ഇതിന്റെ റിക്രൂട്ട്മെന്റുകളും കാര്യങ്ങളുമായിട്ട് പോകുന്നു, ഞങ്ങൾ ശക്തരാണ് എന്ന് പലരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. കാര്യം അങ്ങനെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് കൂടുതൽ റിക്രൂട്ട്മെന്റും പണവും ഒക്കെ വരുള്ളൂ. ഈ നമ്മുടെ നാട്ടിലൊക്കെ ചില ഈ ഗുണ്ടകൾ കണ്ടിട്ടില്ലേ,
അവരുടെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടി അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ അക്രമം നടത്തിക്കൊണ്ടിരിക്കും. കാണുന്നവനെയൊക്കെ അടിക്കും, കണ്ടവൻ്റെയൊക്കെ തോളെ കയറും. അതായത് എങ്കിൽ മാത്രമേ അവർക്ക് പുതിയ കൊട്ടേഷനുകൾ കിട്ടുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇവർക്ക് കൂടുതൽ ഇനിയും പണം ഉണ്ടാക്കാനും റിക്രൂട്ട്മെന്റിനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യം ഈ നാട്ടിൽ ശക്തമായിട്ട് തന്നെ ഉണ്ട്. ഇന്ത്യയിലെ തലസ്ഥാനം വരെ ആക്രമിക്കാനുള്ള ശേഷി അവർക്കുണ്ട് എന്ന ആ ഒരു ബോധ്യപ്പെടുത്തലിന്റെ മാർക്കറ്റിങ്ങിന്റെ കൂടി ഒരു ഭാഗമാണിത്. പിന്നെ സാങ്കേതികമായി ഇത് നമുക്ക് സുരക്ഷാ വീഴ്ച എന്നൊക്കെ നമുക്ക് പറയാം, ശരിയാണ്, അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അതായത് ഇന്നലെ രാവിലെ മുതൽ നടന്ന ഒരു സീരീസ് ഓഫ് ഈവൻസ് ഉണ്ട്. ആ സീരീസ് ഓഫ് ഈവൻസിന്റെ അവസാനമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ജോർജ് സാർ പറഞ്ഞ പോലെ കുറേയധികം പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 2,500 കിലോ എക്സ്പ്ലോസീവ്സ് കണ്ടെടുത്തു, അസോൾട്ട് റൈഫിൾസ്, AK-47 റൈഫിൾസ്. ഇത് കഴിഞ്ഞ 3 മാസമായി നമ്മുടെ സുരക്ഷാ സേനയുടെ ഒബ്സർവേഷനിലായിരുന്നു ഇവർ. ജമ്മു കാശ്മീരിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു AK-47 റൈഫിൾ കിട്ടിയതിനെ ചുവട് പിടിച്ച് ആ അറസ്റ്റിനെ തുടർന്ന അന്വേഷണമാണ് ഗുജറാത്തിലേക്കും ഫരീദാബാദിലേക്കും UP-യിലേക്കും എല്ലാം നീണ്ടതും ഓരോന്നായിട്ട് പുറത്തു വന്നതും അവരെ അറസ്റ്റ് ചെയ്തതുമല്ല. അതൊക്കെ നമ്മുടെ സുരക്ഷാ സേനയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു സക്സസ് ആണത്. അതിൽ നിന്ന് ഇവരെന്താണോ ഉദ്ദേശിച്ചത് അതിന് നടക്കില്ല എന്ന ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നുണ്ടായ എന്തായാലും കൈ കുറച്ച് സാധനം ഇരിപ്പുണ്ട്, അത് എവിടെങ്കിലും കൊണ്ട് പൊട്ടിച്ചേക്കാം എന്നുള്ള കരുതിയുള്ള പൊട്ടിക്കലായിരുന്നു ഇന്നലെ നടന്നത്. അതായത് അവരുദ്ദേശിച്ച രീതിയിൽ, അവർ പ്ലാൻ ചെയ്ത രീതിയിൽ അവരുടെ പ്ലാനിങ് പാളിപ്പോയി ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും അല്ല സംഭവിക്കുക ഡൽഹിയിൽ. കാര്യം ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. പിന്നെ ജോർജ് സാർ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്, ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അല്ല സാർ, അത് ആദ്യമായിട്ട് കേൾക്കുകയല്ല. എന്താന്ന് വെച്ചാല് ഇന്ത്യയിലെ ഏറ്റവും അധികം ജനങ്ങളെ, സാധാരണക്കാരെ കൊന്നിട്ടുള്ളത് ഇസ്ലാമിക് ടെററിസ്റ്റുകളല്ല, കമ്മ്യൂണിസ്റ്റ് ടെററിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത്. മാവോയിസമെന്നും നക്സലിസമെന്നും ഒക്കെയുള്ള ഓമനപ്പേരിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസമാണ് ഇവിടെ നടത്തിയ അവരാണ് ഏറ്റവും വലിയ ഭീകര പാർട്ടികൾ. ഡേറ്റയാണ്, സർക്കാർ ഔദ്യോഗിക ഡേറ്റ നമുക്ക് വെബിൽ അവൈലബിൾ ആണ്. ഇവരുടെ നട്ടല്ല ആരാണ് സാർ? പ്രൊഫസർമാർ, ഡോക്ടർമാർ, ഉയർന്ന ഒഫീഷ്യൽസ്, പ്രൊഫഷണൽസ്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികൾക്ക് ഫണ്ട് ചെയ്യുന്നതും അവരെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നതും. പ്രൊഫസർ സായിബാബ ആരായിരുന്നു? ജസ്യൂട്ട് പാതിരിയായ മറ്റേ സ്റ്റാൻ സ്വാമി. ഇങ്ങനെയുള്ള ഹൈ ലെവലിലുള്ള പ്രൊഫഷണൽസ് ഒക്കെയാണ് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇവിടെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് നമുക്ക് പുതിയ കാര്യമൊന്നുമല്ല. പിന്നെ ഇവിടെ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭീകരതയ്ക്ക് ലോകത്തുള്ള മറ്റുള്ള ഒരു രാജ്യത്തിലും ഭീകരതയായിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇസ്രായേൽ ഭീകരത നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രമാണ്. പക്ഷേ ഇസ്രായേലിലുള്ളവർ ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്നവരില്ല. ഇപ്പൊ അമേരിക്ക ഭീകരത നേരിടുന്നുണ്ട്, പക്ഷെ അമേരിക്കക്കാർ, ആ രാജ്യത്തുള്ള പൗരന്മാർ ഈ ഭീകരതയെ സപ്പോർട്ട് ചെയ്യുന്നവരില്ല. എന്നാൽ ഭാരതത്തിന്റെ അവസ്ഥ അതല്ല. ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഇതൊരു വലിയ പരിമിതിയാണ്, ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളോട് എന്നും സംസാരിക്കുന്നതിൽ, നാം ഇടപെടുന്നവരിൽ ആരാണ് ഭീകരവാദി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തരത്തിലുള്ള ഒരു ഭീകരത എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യവും നേരിടുന്നില്ല. അത് മാത്രമല്ല, ഈ ഭീകരതയെ വളർത്തുന്നതിൽ ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെയിൻ സ്ട്രീം പല രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെതായ ഒരു പങ്കുമുണ്ട്. ഇതൊക്കെയാണ് സത്യത്തിൽ ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ ഭീകരതയെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ പാകിസ്ഥാനിൽ ഉണ്ടായി ഇവിടെ വന്ന് ആക്രമിച്ചിട്ട് പോകുന്ന അതല്ല നമ്മുടെ പ്രധാന വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൽ നിലനിൽക്കുന്ന കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു ടെറർ എക്കോസിസ്റ്റം ഈ നാട്ടിലുണ്ട്.
ആ എക്കോസിസ്റ്റം തകർക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സർവ്വ ചാനലുകളിലും ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ നോക്കൂ. ഇത് നരേന്ദ്രമോദി ഉണ്ടാക്കിയതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കൂടെ, അതായത് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട്. അതായത് ഇലക്ഷൻ അടുത്തു, അങ്ങനെയുള്ള അത്തരം ആരോപണങ്ങളോട് നമുക്ക് എങ്ങനെ പ്രതികരിക്കാന്നും കൂടെ അദ്ദേഹം സാർ ഒന്ന് കൂട്ടിക്കൊള്ളു ആ കൂട്ടത്തില്. അതിന്റെ അകത്ത് പ്രതികരിക്കാനൊന്നും ഇല്ലെന്ന്. ഈ നാട്ടിൽ ഇവര് ഇങ്ങനെ ചിന്തിക്കുന്ന, ഈ രീതിയിൽ ഒരു വലിയ ചിന്താഗതി വളർന്നു വന്നിരിക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഇനിയും ഇതിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയ കിടന്ന് വായിട്ടലയ്ക്കുന്നവന്മാരുടെ കാര്യം വിട്. പക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പോലും ഈ രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നത് അത് നൽകുന്ന സൂചന എന്താണ്? ഈ രാജ്യം നേരിടുന്ന ഭീകരത എന്ന പ്രശ്നം അത്ര നമ്മൾ കാണുന്ന മാതിരി ലോകത്ത് പലയിടത്തും നടക്കുന്ന ഭീകരത പോലെ അല്ല. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് തന്നെയാണ്. അവർ ഈ രാജ്യത്തെ ടാക്സ് പേയേഴ്സിന്റെ നമ്മൾ കൊടുക്കുന്ന പണം, ഈ രാജ്യത്തിന്റെ വ്യവസ്ഥ, ഈ രാജ്യം കൊടുക്കുന്ന ആനുകൂല്യം മുഴുവനും പറ്റി ഇവിടെ ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് ഇവിടുത്തെ സത്യം പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള പ്രധാന വെല്ലുവിളി. അതാണ് ഈ മെഡിക്കൽ ടൈംസിൽ പറയും, എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ നമുക്കെതിരെ, ശരീരത്തിനെതിരായി മാറുന്ന ഒരവസ്ഥയുണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഈ രാജ്യത്തിനകത്ത് തന്നെയുള്ള ആൾക്കാർ, നമ്മുടെയൊക്കെ ഇടയിലുള്ള ആൾക്കാർ, അതാണ് പ്രശ്നം. അതൊരു വലിയ പ്രശ്നം തന്നെയാണത്. പാകിസ്ഥാൻ ഭീകരതയെ നേരിടാൻ നമുക്കൊരു വിഷയമല്ല. നമ്മുടെ സൈന്യത്തിന്റെ കരുത്തിന് മുമ്പിൽ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നുമില്ല. പക്ഷെ ഇതൊരു പ്രശ്നമാണ്. പാകിസ്ഥാനെ നേരിടുന്ന പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തെ പൗരന്മാരെ നേരിടാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. കാര്യം ഇത് 1-2 ദിവസം കൊണ്ടൊന്നും ഉണ്ടായതല്ല. പതിറ്റാണ്ടുകളെടുത്ത് വളർന്നു വന്ന ഒരു എക്കോസിസ്റ്റമാണത്. അതിനെ തകർക്കുക എന്ന് പറയുന്നതും അത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണത്. അതിൻ്റെതായ സമയമെടുക്കും. നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായും. നമുക്കറിയാം, ഇപ്പം കാശ്മീരിലേക്ക് പഴയ കാലത്തെ പ്രശ്നങ്ങളും ഇപ്പോൾ അവിടുത്തെ അവസ്ഥയൊക്കെ നമുക്ക് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞതിനോട് നമുക്ക് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ശ്രീ ജോർജ് കള്ളിവേൽ, ഇപ്പം നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടീനെ കുറ്റം പറയാനും അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ മേൽ പല തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനും, ഇപ്പൊ ഇലക്ഷൻ വരികയാണ്, നമുക്കറിയാം ഇന്ത്യയിൽ ഇലക്ഷൻ വരികയാണ്. അപ്പൊ അങ്ങനെ പല ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ളൊരു ശ്രമം, അത് ഇന്ത്യയിലായാലും ശരി പാകിസ്ഥാനിലായാലും ശരി, മൊത്തത്തിൽ തീവ്രവാദത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഒരു രാഷ്ട്രീയ ലാഭത്തിനായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങളോട്, ഭൂരിപക്ഷം കാര്യങ്ങളോടും പൂർണ്ണമായി വിയോജിക്കുക. ഒന്ന്, അദ്ദേഹം ഈ മാവോയിസ്റ്റ് നക്സൽ തീവ്രവാദവും ഇസ്ലാമിക അല്ലെങ്കിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലും ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്ന ഇതുമൊക്കെ ആയിട്ട് തുലനം ചെയ്ത് അതിൽ നിന്ന് തലകൂരാൻ ശ്രമിക്കുകയാണ്. തീർത്തും തെറ്റാണ്. അതും വേറെയാണ് വിഷയം, ഇത് വേറെയാണ് വിഷയം. രണ്ടും ഭീകരതയുണ്ട് എന്നത് യോജിക്കുന്നു. അതിനപ്പുറത്ത് കിടന്നു, പ്രത്യേകിച്ച് ഫാദർ സ്റ്റാൻ സ്വാമിയെ പോലെ പാവപ്പെട്ടവനിലെ ഏറ്റവും ദരിദ്രരായ ആദിവാസികൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആ സന്യാസി വര്യനെ ജയിലിലിട്ട് കൊന്ന അതേ മനുഷ്യരുടെ അതേ ഭരണകൂടത്തിന്റെ ഭീകരതയാണ് ഷാബു പ്രസാദിൽ നിന്ന് വരുന്നത്, ആ വാക്കുകളിലൂടെ വരുന്നത്. അത് അങ്ങേറ്റ അപലപനീയമാണ്. ഒരു കാരണവശാലും എന്നോട് യോജിക്കാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും ഇതൊക്കെയാണ് രാഷ്ട്രീയ ഇന്ത്യയിലെ പ്രശ്നം. നമ്മളൊരു രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിനിടയിൽ കൊണ്ടുവന്ന് വേണ്ടാത്ത കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ, ഈ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളായി കാണുന്ന ഈ ദുരന്തമുണ്ടല്ലോ, ഇത് കടുത്ത ദുരന്തം തന്നെയാണ്. ഇവിടെയാണ് സംഘപരിവാറിന്റെ കടുത്ത ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഭീകരതയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെയാണ് ഇസ്ലാമിക തീവ്രവാദം വളരുന്നത്. ഇവിടെ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകള് ഈ രാജ്യത്ത് കൂടുതൽ ഭീകരത വളർത്തുകയുള്ളൂ. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വീഴ്ച ഉണ്ടായി എന്നുള്ള ആദ്യം എന്തെങ്കിലും സംശയമുണ്ടോ? ഇവിടെ പഹൽഗാമില്
ശ്രീനഗറിലെ പഹൽഗാമിലെ ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരു പോലീസുകാരൻ ഈ വന്ന് ഇത്ര 26 പേരെ നിരത്തി നിർത്തി വീടും പേരും മതവും ചോദിച്ച് വെടിവെച്ചു കൊല്ലുമ്പോൾ അതിലൊരു ഭീകരന്റെ കാലിൽ വെടിവെക്കാൻ പോലും ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അത്ര ഭീകരമായ ഒരു വീഴ്ച അവിടെ ഉണ്ടായത്. ഇവിടെ ഡൽഹിയുടെ ഏറ്റവും നഗരത്തില്, ഇതായത് ഏറ്റവും ഹൈ സെക്യൂരിറ്റി ഏരിയയാണ് ചെങ്കോട്ടയ്ക്ക് അടുത്ത്. പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ചെങ്കോട്ടയുടെ മുന്നിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. 1-ാം നമ്പർ ഗേറ്റിനടുത്ത്, ചെങ്കോട്ടയിലെ മെട്രോ സ്റ്റേഷനടുത്ത്. ഇത് വലിയ ഗുരുതര, പക്ഷെ അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അദ്ദേഹം അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അല്ല വിഷയം ഈ രാജ്യത്ത് ഭീകരതയ്ക്കെതിരെ ജനത ഒന്നിച്ചു നിൽക്കണം. ആര് ഭീകരത എഴുതിയാലും, ഭീകരപ്രവർത്തകർ ആരുടെ ഭീകരപ്രവർത്തനമായാലും അതിനെതിരെ രാജ്യം ഒറ്റക്കെട്ടാണ്. അവിടെ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഏത് തീരുമാനമെടുത്താൽ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന സമൂഹമാണ് നമ്മുടേത്. അവിടെയാണ് ഇന്ത്യക്കാരെ, ഞാൻ അതാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേൾക്കണം. അവർ ഇന്ന് ഭൂട്ടാനിൽ പോയ, അതിനു മുമ്പ് അദ്ദേഹം പഹൽഗാമിലേക്ക് പോകാതെ ബീഹാറിലെ രാഷ്ട്രീയ പ്രസംഗം നടത്താൻ പോയപ്പോഴാണ് അദ്ദേഹം അവിടെ പ്രസ്താവിച്ചത് ഞങ്ങൾ ഇതിന്റെ അടിപേര് ഇറക്കുന്നു. ഇവിടെ ഇപ്രാവശ്യം ഭൂട്ടാനിൽ ചെന്നിട്ട് പറയുന്നു, അവർ ഏജൻസീസ് വിൽ ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദിസ് കോൺസ്പിറസി. ദ കോൺസ്പിറേറ്റേഴ്സ് ബിഹൈൻഡ് ദിസ് വിൽ നോട്ട് ബി സ്പെയർഡ്. ഓൾ ദോസ് റെസ്പോൺസിബിൾ വിൽ ബി ബ്രോട്ട് ടു ജസ്റ്റിസ്. വളരെ നല്ല കാര്യമാണ്. ഞാനൊക്കെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്ന പ്രസ്താവനയാണ്. കാരണം നമുക്കതാണ് വേണ്ടത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, രാജ്നാഥ് സിംഗ്. അപ്പോ ഈ രാജ്യത്ത് നമുക്കെതിരെയുള്ള ഒരു യുദ്ധത്തെ ഒന്നിച്ചു കാണാനും നമ്മുടെ ഇടയിലുള്ള കുത്തിത്തിരിപ്പുകാരെ അത് വേറെ ഡീൽ ചെയ്യാനും പഠിക്കേണ്ടതിന് പകരം നമ്മുടെ ഇടയിലുള്ളവനെ മുഖ്യശത്രുവായി. അങ്ങനെയാണ് ഇസ്ലാമാബാദിൽ ഇന്നുണ്ടായ സ്ഫോടനത്തിന് ആരാ ഉത്തരവാദി? അപ്പൊ അതിൽ ഇസ്ലാമാബാദിലുള്ളവർ അല്ലെ പാകിസ്ഥാനിലുള്ളവർ തന്നെയാന്ന് പറയും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഭീകരത എവിടെ ഉണ്ടായാലും, അത് ഏത് രാജ്യത്തുണ്ടായാലും, യമനിലുണ്ടായാലും ഇറാഖിലുണ്ടായാലും, ഹമാസിനെതിരെ ഗാസയിൽ നടത്തിയാലും ഇതെല്ലാം ഭീകരതയാണ്. അതിനെ ന്യായീകരിക്കാൻ പറ്റരുത്. അത് ഏത് ഭീകരതയ്ക്കെതിരെയും തീവ്രവാദത്തിനെതിരെയും ഒന്നിക്കാത്തിടത്തോളം കാലം തീവ്രവാദത്തെ തീവ്രവാദമായി കാണുവാനും ഭീകരതയെ ഭീകരതയായി കാണുവാനും കഴിയാത്തിടത്തോളം കാലം രാജ്യത്ത് പുരോഗതി ഉണ്ടാവില്ല. രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവുമാണ് നമുക്ക് പ്രധാനം. രാജ്യത്തെ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കേണ്ട ഒരു സർക്കാർ അക്കാര്യത്തിൽ വലിയ വീഴ്ചകളാണ് വരുത്തിയിരിക്കുന്നത്. അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിലെ വിഷയത്തിലേക്ക് കടക്കാത്തത്. തീർച്ചയായിട്ടും അദ്ദേഹം നടത്തിയ ആദ്യം ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെയൊക്കെ നടത്തിയ അങ്ങേയറ്റം ദുരുപഷ്ടമായ അപലപനീയമായ പ്രസ്താവനയെ ഞാൻ കടുത്ത വാക്കുകളിൽ അങ്ങയോട് പ്രതിഷേധിക്കുകയാണ്. ഓക്കെ, അങ്ങ് തുടർന്നുള്ളൂ. ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത്തരം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇത്രയേറെ രാഷ്ട്രീയവും മതവും കൂടിക്കലർന്ന ഒരു രാജ്യത്ത് രാഷ്ട്രീയം മുതലെടുപ്പുകളുടെ സാധ്യത എപ്പോഴും ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ഇന്ന് നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിനെ പോലും ഒരു പരിധിയെങ്കിലും ഒരു ചെറിയ പരിധിയെങ്കിലും ബാധിച്ചേക്കാം. പക്ഷെ അതൊന്നും അല്ല വിഷയം. രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നോ എന്നുള്ളതല്ല. രാജ്യം ഈ ഭീകരതയെ എങ്ങനെ കാണുന്നു, തീവ്രവാദത്തിന്റെ അടിവേറിറക്കാൻ എന്ത് വയ്ക്കുന്നു, അത് ഇസ്ലാമിക തീവ്രവാദമായാലും മാവോയിസ്റ്റ് തീവ്രവാദമുണ്ട്. അതിനെതിരെ കർശന നടപടിയെടുക്കുന്നുണ്ട്. അങ്ങേറ്റം ശ്ലാഘനീയമാണത്. അതിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്ന ആളാണ് ഞാൻ ഛത്തീസ്ഗഡിലെ ബസ്തറിലടക്കം ഈ മാവോയിസ്റ്റ് മേഖലകളിൽ നേരിട്ട് പോയിട്ടുള്ള ആളാണ്. അവിടെയൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഭീകരതയ്ക്കെതിരെ നടത്തുന്ന ഏതൊരു ശ്രമത്തെയും നമ്മൾ പിന്തുണയ്ക്കുന്നു. ഇവിടെയാണ് ഞാനും ഷാബു പ്രസാദും പോലുള്ളവരുടെ വ്യത്യാസം. അതായത് നമുക്ക് ഇതിനകത്ത് ജാതി മതമോ വർണ്ണവർഗമോ ഒന്നുമില്ല. അത് ആര് ഭീകരത നടത്തിയാലും അതിനെ നമ്മൾ ഒരുമിച്ച് എതിർക്കേ പറ്റൂ. അവിടെ വിദ്യാഭ്യാസമുള്ളവർ ഇത്തരം ഇവരുടെ ഈ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ അവര് പിന്തുണയ്ക്കുന്നതും, ഇവിടെ നേരിട്ട് ഡോക്ടർമാരെ പോലുള്ള ആളുകൾ നേരിട്ട് തീവ്രവാദത്തിൽ പങ്കെടുക്കുകയും അവരാണ് ഭീകര സ്ഫോടനം നടത്തിയത്, അല്ലാതെ പുറത്തുനിന്ന് വന്നവരല്ല. ഇവിടെ ആൾക്കാരാണ് ഇപ്പം സ്ഫോടനം നടത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തോ കേട്ടില്ല. ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആൾക്കാരാണ് സ്ഫോടനം നടത്തിയിരിക്കുന്നതും ഇപ്പൊ സംശയമില്ലല്ലോ. ഡോക്ടർ ഉമർ അഹമ്മദ് എന്ന് പറയുന്ന ഇന്ന് I-20 കാർ ഓടിച്ചിരുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ജമ്മു കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ്.
അദ്ദേഹമാണ് ഈ I-20 കാർ എടുത്ത് 3 മണിക്കൂറോളം അവിടെ കിടന്ന് 1 സെക്കൻഡ് പോലും ആ കാറിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല എന്ന് അവിടെയുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി കണക്ക് കൂട്ടി തിരക്ക് കൂടി ഇന്ന സമയം 7 മണിയോട് അടുക്കുന്ന സമയത്ത്, കാരണം ഈ ചന്ദ്നി ചൗക്ക് ഈ പ്രദേശത്തേക്ക് പോയാൽ അറിയാം, അവിടെ ഏറ്റവും തിരക്കുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പം ഏറ്റവും നല്ല ഒരു ചെറിയ തണുപ്പുണ്ട്, വലിയ തോതിൽ ജനക്കൂട്ടം തിരക്കുള്ള ദിവസമാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത് ഷാബു പ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഈ ഡോക്ടർമാരുടെ അറസ്റ്റാണ്. ഫരീദാബാദിൽ നിന്ന് 2900 കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് തന്നെയാണ്, അദ്ദേഹത്തിന്റെ കൂട്ടാളികളാണ്. അതിൽ നിന്നാണ് അദ്ദേഹം പെട്ടെന്ന്, അല്ലെങ്കിൽ ഈ സാധാരണ സ്ഫോടനത്തിനകത്ത് മുള്ളാണികളൊക്കെ ഉപയോഗിക്കാറുണ്ട്, കാരണം പരമാവധി ഇഞ്ചുറി അവരിലേക്ക് ഇൻഫ്ലിക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, ഏറ്റവും പരമാവധി ആളുകളെ ദുരൂഹിക്കാവുന്ന രീതിയിൽ, അവരെ കൊല്ലാവുന്ന രീതിയിൽ ഏറ്റവും കനത്ത ഭീകരാക്രമണം. പക്ഷെ ഏറ്റവും ശക്തമായ ബോംബ് തന്നെയാണ് അവിടെ എക്സ്പ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ അതിനുവേണ്ടി കൃത്യമായൊരു പ്ലാൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള ഒരു ഭീകരാക്രമണത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിൽ നമുക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ കഴിയാം. തീർച്ചയായിട്ടും ആശ്വാസമുണ്ട്. അത് അത് തന്നെ അവിടെ ഒരു ഭീകരതയെ അനുകൂലിച്ചുകൊണ്ട്, ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ ഇ തൊയ്ബ അനുകൂലിച്ചുകൊണ്ട് കാശ്മീരിന്റെ ചില ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചില പോസ്റ്ററുകൾ എന്നാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. ആ അന്വേഷണമാണ് ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും അതൊരു ഒരു നല്ല കാര്യമാണ്. നല്ലതിനെ നല്ലതായിട്ട് കാണാനും നമ്മൾ തെറ്റിനെയും വീഴ്ചകളെയും വീഴ്ചകളായി കാണാനും കഴിയണം. എങ്കിലേ ഇന്ത്യയായി തുടരാനാവൂ. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഏതൊക്കെ തരത്തിലുള്ള ഒരു മുൻകരുതലാകാം എടുക്കുന്നത്? ഇനി അതായത് നമുക്കറിയാം, ഇപ്പൊ പഹൽഗാമിലൊക്കെ നടന്ന സംഭവമൊക്കെ അറിയാം, അതിന്റെ തിരിച്ചടികളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തിനോട് ഇന്ത്യ ഏത് വിധത്തിലായിരിക്കാം പ്രതികരിക്കുന്നത്? ഇതിപ്പോ പാകിസ്ഥാന്റെ സപ്പോർട്ട് കൂടി ആണ് എന്ന് നമ്മൾ പൊതുവെ പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഒന്നും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്തായിരിക്കാം ഇനി മുന്നോട്ടുള്ള ഒരു സാധ്യത? തീർച്ചയായിട്ടും ഞാൻ പറയാം. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തും അതുപോലെ എന്നെക്കാളിലൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ ജോർജ് വെള്ളിവേൽ സാറ് ഇത്രയധികം ആത്മരോഷം കൊള്ളാനും മാത്രം എന്താണ് ഞാനിവിടെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സ്റ്റാൻ സ്വാമിയുടെ കാര്യം പറഞ്ഞെങ്കിൽ, സ്റ്റാൻ സ്വാമിയെ ഈ നാട്ടിലെ ഭരണകൂടത്തിന് ഒരാളെ വെറുതെ പിടിച്ച് ജയിലിലിടാനും ശിക്ഷിക്കാനും ഒന്നും കഴിയില്ല, അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് ഈ നാട്ടിലെ നീതിന്യായ കോടതികൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഭരണകൂടത്തിന് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നെ കോടതിയാണ് തീരുമാനിക്കുന്നത് ഇവർക്ക് ജാമ്യം കൊടുക്കണോ, ശിക്ഷിക്കണോ, വെറുതെ വിടണോ എന്നൊക്കെ. സ്റ്റാൻ സ്വാമിയെ ജാമ്യം കൊടുക്കാതെ അദ്ദേഹത്തിന്റെ അകത്ത് ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾക്കകത്ത് ഗൗരവമുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ആയിരിക്കണമല്ലോ നമ്മുടെ നീതിന്യായ കോടതി ആ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത്. അല്ല ഡൽഹി ഇത് നരേന്ദ്രമോദി ഒന്നും അല്ല എടുത്തിരിക്കുന്നത്. അത് മാത്രം പറയല്ലേ, അതായിക്കോട്ടെ, ഞാൻ അതല്ല പറഞ്ഞത്. അതായത് ഈ നാട്ടിലെ വൈറ്റ് കോളർ ടെററിസം എന്നുള്ളത് നമുക്ക് പുതിയ കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് സൂചിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഈ പേരുകളും വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അങ്ങേക്ക് ഈ ആത്മരോഷം കൊള്ളാൻ വേണ്ടിയിട്ട് അങ്ങേ പ്രകോപിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് വന്നു, അത് ഞാനത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അത് പോട്ടെ. പിന്നെ ഇവിടെ എല്ലാവരും ഇപ്പം ബഹുമാനപ്പെട്ട അവതാരകനും പറഞ്ഞല്ലോ, ഇവിടെ ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നവര്, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായവര് ഒക്കെ ആരാണ്? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള നമ്മുടെ നാട്ടിലെ പൗരന്മാരാണ്. ഇത് തന്നെയാണ് ഇന്ത്യ നേരിടുന്ന ഭീകരതയെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ലോകത്തിലെ ഈ ഭീകരത നേരിടുന്ന രാജ്യങ്ങൾക്ക് കുറവാണ്. അതാണ് ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതാണല്ലോ ഇപ്പൊ ചോദിച്ചത്. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത് എന്നാണല്ലോ ചോദിച്ചത്. അത് കൃത്യമായിട്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട്, കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല, പതിറ്റാണ്ടുകളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ അതിന് ഇത്തരത്തിലുള്ള ഭീകരതയെ നേരിട്ട് പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം നമുക്കിവിടെ ഉണ്ട്. അതിനനുസരിച്ച് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഒരു എക്സ്റ്റേണൽ ത്രെട്ടിനെ നേരിടുന്നത് പോലെ ഒരു ഇന്റേണൽ ത്രെട്ടിനെ നേരിടാൻ പറ്റില്ല. നമ്മുടെ പ്രശ്നം ഈ ഭീകരത എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്.
ഈ ഈ എക്കോസിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് കാശ്മീരിൽ അവിടെ നിന്ന് ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ഈ ഒരു കാർ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി, ഇതിനിടയ്ക്ക് ഒരു 4 പേര് മാറി ഇവിടെ ഡൽഹി വരെ എത്താൻ കഴിഞ്ഞത് ഈ എക്കോസിസ്റ്റം ഇവിടെ ഉള്ളത് കൊണ്ടാണത്. ആ എക്കോസിസ്റ്റത്തിനെ തകർക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത് സമയമെടുക്കുന്ന കാര്യമാണ്. കാര്യം നമുക്കിപ്പോൾ പാകിസ്ഥാനിൽ കൊണ്ടുപോയി ബോംബിടുന്നത് മാതിരിയോ അല്ലെങ്കിൽ ഒരു അന്യരാജ്യത്ത് കൊണ്ടുപോയി ഒരു ഭീകരത്താവളം തകർക്കുന്ന പോലെയോ നമുക്ക് ഇവിടുത്തെ ഈ രാജ്യത്ത് അത് ചെയ്യാൻ കഴിയില്ല. അത് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ആലോചിച്ചുറച്ച് മാത്രം ചെയ്യാവുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് തന്നെയാണ് അതിപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എത്ര അളന്നും തൂക്കിയാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എത്രമാത്രം അവർ പ്രകോപിതരായിട്ടോ അല്ലെങ്കിൽ അവരുടെ തീർച്ചയായിട്ടും പ്രകോപനം അവർക്കുണ്ടാവും. അത് ഉള്ളിൽ അടക്കി വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്തിരിക്കുകയാണത്. അങ്ങനെയാണ് കാര്യം. ആ പക്വത ഇതിന് ആവശ്യമാണത്. ആ രീതിയിൽ തന്നെ ഇതിനെ നേരിട്ടേ പറ്റുള്ളൂ. അത് നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും നമുക്ക് ഈ എക്സ്റ്റേണൽ ത്രെറ്റ് പോലെ തന്നെ അതിനേക്കാട്ടിൽ ഗൗരവമായിട്ടുള്ള ഈ ഇന്റേണൽ ത്രെറ്റ് അത് തുടച്ചെറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് ഭീകരത എത്രയോ കാലമായി ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണത്. ഏറ്റവും വലിയ ഭീകരത അതിന്റെ അടിവേരറുത്തുകൊണ്ടിരിക്കുകയാണ് 1 by 1 ആയിട്ട്. ഈ മാർച്ച് ആവുമ്പോഴേക്ക് ഇന്ത്യയിൽ ഈ മാവോയിസം എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാതാകും എന്ന് വളരെ ആധികാരികമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സർക്കാർ അതിനുള്ള ആ ഒരു നടപടിയിലേക്ക് നീങ്ങുകയാണ്. അവർ ആയുധങ്ങളൊക്കെ താഴെ വെച്ച് കീഴടങ്ങുന്നു, മാന്യമായിട്ട് ജീവിക്കാൻ തയ്യാറാകുന്നു. ആ ലെവലിലേക്ക് പോവുകയാണത്. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ ദേശീയ വികാരം എന്നുള്ള ഈ എക്കോസിസ്റ്റത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ആന്റി എക്കോസിസ്റ്റം ഉണ്ട്, അതൊരു നാഷണൽ എക്കോസിസ്റ്റം ഉണ്ട്, ദേശീയ ബോധം എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ട്. അത് കൂടുതൽ ശക്തമായി വളരേണ്ടതുണ്ട്. അതിന് കൂടുതൽ ശക്തി പ്രാപിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, രാജ്യം ഒരു ഭീകരത ഇദ്ദേഹം ഇവിടെ പറഞ്ഞു ഒറ്റക്കെട്ടായി നേരിടണം, വെരി ഗുഡ്. എന്നാൽ ഈ രാജ്യം ഒരു ഭീകരതയെ നേരിടുമ്പോൾ, ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ആ സമയത്ത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഭാഗം ഈ ലോകത്തേതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് മാത്രമാണ്. അന്യ രാജ്യത്ത് പോയി സ്വന്തം രാജ്യത്തിനെ കുറ്റം പറയുകയും ഇവിടെ ജനാധിപത്യം മരിച്ചു എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഈ ലോകത്തേതെങ്കിലും ഒരു രാജ്യത്തുണ്ടെങ്കിൽ അതും ഇന്ത്യയിൽ മാത്രമാണ്. ഇതൊരു വലിയ പ്രശ്നമാണെന്നേ. ഇതൊക്കെ തന്നെയാണ്. ഞാൻ സമയത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്, ക്ഷമിക്കണം. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇനിയൊരു അക്രമത്തിന്, ഇന്ത്യൻ മണ്ണിൽ ഇനിയൊരു ആക്രമണം നടത്താൻ ധൈര്യം കാണിക്കാത്ത വിധം മറുപടി നൽകാൻ ഭരണ നേതൃത്വത്തിനാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീവ്രവാദികളെ പൂർണ്ണമായും തുടച്ചു നീക്കുവാനും സമാധാനം നിലനിർത്തുവാനും ലോകത്തിന് സാധിക്കട്ടെ. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ മരണപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടും അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും പരിക്കേറ്റവരെ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ടും ഇന്നത്തെ 4 മണി ചർച്ച അവസാനിക്കുന്നു. ചർച്ചയിൽ ചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.